ഇതേപോലത്തെ ക്രോഷ്യേഴ്സൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം ഞാൻ ട്യൂട്ടോറിയൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല കൂട്ടുകാരും ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈസി ആയിട്ട് സിമ്പിളായിട്ടും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ താഴെ പിൻ ചെയ്ത് കൊടുക്കാം, മറക്കാതെ കാണുക. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടുന്ന ടൂൾസ് എന്തൊക്കെയാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കുറച്ച് ടൂൾസാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് കൂടാതെ പിന്നെ ഈ പറയുന്ന ഈ ഒരു ടൂൾസ് തന്നെ വേണമെന്ന് ഞാൻ പറയത്തില്ല. കുറച്ച് ആൾട്ടർനേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ വെച്ചാണ് നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ അതും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നുണ്ട്. അത് ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു യാണ്, ക്രോഷ്യ ഹുക്ക് വേണം, നീഡിൽ വേണം, പിന്നെ ഈ പറയുന്ന മാർക്കർ, സ്റ്റിച്ചിങ് മാർക്കർ മസ്റ്റായിട്ട് വേണേ. പിന്നെ നമുക്ക് ഈ ഒരു ഗ്ലൂ ഗണ്ണ്, യാൺ സ്നിപ്പ്, ഈ മെഷറിംഗ് ടേപ്പ്, സ്റ്റഫിങ്, പിന്നെ ഈ ഒരു കീച്ചൻ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ സംഭവം വേണം. അപ്പം ഈ ഒരു യാണെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഊളൻ ത്രെഡും യൂസ് ചെയ്ത് ചെയ്യാവേ. അതാണ് ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ്. പിന്നീട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് മാർക്കർ ഉണ്ടല്ലോ, അതിന് പകരം നമ്മുടെ പിന്നുണ്ടല്ലോ, അതും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് കട്ട് ചെയ്യാനായിട്ട്, നൂല് കട്ട് ചെയ്യാൻ നമുക്ക് അത് തന്നെ വേണമെന്നില്ല, നമ്മുടെ നോർമൽ സിസേഴ്സ് ആയാലും മതി. പിന്നീട് ഇതൊക്കെയാണ് നമ്മുടെ ഹുക്കിൻ്റെ ഓരോ അളവ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 14 ആണ്. അപ്പം നമ്മൾ എടുക്കുന്ന നൂലനുസരിച്ച് ചെയ്യണം. പിന്നെ നമുക്കൊരു നീഡിൽ വേണം. അത് ഇതേപോലെ നല്ല നീളമുള്ളതും അതിൻ്റെ ഹോള് കുറച്ച് വലുതുമായിട്ടുള്ള നീഡിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്കതിൽ വേണ്ടത്.